എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിലുള്ള കടല മത്തങ്ങ എരിശ്ശേരിയാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഓണത്തിനൊക്കെ തയ്യാറാക്കിയെടുക്കാം. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമുള്ള വറുത്തിട്ടുള്ള എരിശ്ശേരിയാണ്. മത്തങ്ങയാണ് ഇതിലേക്ക് എടുക്കേണ്ടത്. 2 ചെറിയ കഷ്ണം മത്തങ്ങ തൊലി കളഞ്ഞതിന് ശേഷം ചെറുതായി മുറിച്ചെടുക്കുക. ഇത് ഏകദേശം ഒരു 200 ഗ്രാം മത്തങ്ങയാണ് ഉള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് ഒരു അരക്കപ്പ് കടലയാണ്. മത്തങ്ങയുടെ വളരെ കുറച്ച് അളവിലാണ് കടല എടുക്കേണ്ടത്. കടല കുതിർത്തി വെച്ചതിന് ശേഷം ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്. ഉപ്പ് മാത്രം ഇട്ടിട്ട് വേവിച്ചെടുത്ത കടലയാണ്. ആദ്യം മത്തങ്ങ ഒന്ന് വേവിച്ചെടുക്കണം. ഉപ്പും മഞ്ഞൾപ്പൊടിയും പച്ചമുളകും ചേർത്താണ് മത്തങ്ങ വേവിച്ചെടുക്കേണ്ടത്. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് മത്തങ്ങ വേവിച്ചെടുക്കാം. മത്തങ്ങയ്ക്ക് ഒരുപാടങ്ങ് വേവില്ലാത്തതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് വെന്ത് കിട്ടും. എരിവ് ഓരോരുത്തരുടെ അളവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഒരു പച്ചമുളകാണ് ചേർത്തിട്ടുള്ളത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് വെള്ളം ചേർത്ത് മത്തങ്ങ നല്ലതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട്. കുതിർത്തി വെച്ച കടലയും മത്തങ്ങയും കുക്കറിൽ ഒരുമിച്ചിട്ട് വേവിക്കണമെങ്കിൽ അങ്ങനെ വേവിച്ചെടുക്കാം. ഞാനിവിടെ ഓൾറെഡി കടല വേവിച്ചതുകൊണ്ടാണ് മത്തങ്ങ ഇതുപോലെ വേവിക്കുന്നത്. പിന്നെ ഇതുപോലെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട്. എരിശ്ശേരി തയ്യാറാക്കാൻ വേണ്ടി ചുവട് കട്ടിയുള്ള ഒരു പാത്രം വെക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് നന്നായി പൊട്ടിച്ചെടുക്കുക. ചതച്ചെടുത്ത് ഒരു 10 ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. ഒരു 10 അല്ലി വെളുത്തുള്ളിയും ചതച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. രണ്ടോ മൂന്നോ വറ്റൽമുളക് രണ്ടായിട്ട് കീറി ചേർത്ത് കൊടുക്കാം. 2 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഈ ചേർത്ത് കൊടുത്ത ഇൻഗ്രീഡിയൻസ് വെളിച്ചെണ്ണയിൽ കിടന്ന് നല്ലതുപോലെ വഴണ്ട് വരണം. ആ ഒരു പച്ചമണമെല്ലാം മാറി വരുമ്പോൾ ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം. ഈ ഒരു എരിശ്ശേരിയിലേക്ക് ഒരുപാട് തേങ്ങ ആവശ്യമില്ല. ഒരു 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ചിരവിയ തേങ്ങയാണ്. ചിരവിയ തേങ്ങ മിക്സിയുടെ ജാറിലിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടിടണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ചിരവിയ പാടെ ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല. ഇത് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ തേങ്ങ വറുത്തെടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പൊടികൾ കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വറുത്തെടുക്കുക. ആ ഒരു തേങ്ങയുടെ വറവിൻ്റെ ടേസ്റ്റാണ് ഈ ഒരു എരിശ്ശേരിക്ക് ഉണ്ടാവുക. അത്യാവശ്യം നല്ലപോലെ വറുത്ത് നല്ല സ്മെല്ലൊക്കെ വരുമ്പോൾ ഇതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള മത്തങ്ങയും കടലയും ചേർത്ത് കൊടുക്കാം. മത്തങ്ങയും കടലയും ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ മിക്സാക്കി കൊടുക്കുക. മത്തങ്ങ അതിൽ നല്ലപോലെ ഉടഞ്ഞ് വരണം. ഉടച്ചെടുത്തതിന് ശേഷം 2 മിനിറ്റ് കൂടെ ഒന്ന് തുറന്ന് വെച്ചിട്ട് ചൂടാക്കി എടുക്കുക. അപ്പോഴേക്കും അത് നന്നായിട്ടൊന്ന് ആ വെള്ളമെല്ലാം കണക്കായി കിട്ടും. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. നല്ല ടേസ്റ്റിയാണ്. ഇതിന് പകരം കടലയ്ക്ക് പകരമായിട്ട് വൻപയർ ഇതിലേക്ക് ചേർക്കാറുണ്ട്. വൻപയർ വേവിച്ച് ഇതേപോലെ ചേർത്താൽ മതിയാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങളൊക്കെ കമൻസിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇനിയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരാം. അതുവരേക്കും താങ്ക് യു.